വിദേശ വിശേഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തകർന്ന ഗാസയെ പുനർനിർമ്മിച്ച് കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് യഥാർത്ഥത്തിൽ ഒട്ടും സ്വീകാര്യതയുണ്ടായില്ല. ഗാസയിലെ പാലസ്തീൻകാർ മറ്റെവിടെയെങ്കിലും പോകണമെന്ന ട്രംപിൻ്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കയുടെ സഖ്യകക്ഷികളും അറബ് രാജ്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥാപനം ലക്ഷ്യമിടുന്ന ദുരാഷ്ട്ര ഫോർമുലയ്ക്ക് ഘടകവിരുദ്ധമായിരുന്നു ശരിക്കും. ട്രംപിൻ്റെ പ്രസ്താവന ഗാസയുടെ പുനർനിർമ്മാണ കാലയളവിൽ പാലസ്തീനികളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ട്രംപിൻ്റെ നിലപാട് മയപ്പെടുത്താനാണ് വൈറ്റ് ഹൗസ് പിന്നീട് ശ്രമങ്ങൾ നടത്തിയത്. ഗാസയെ ഏറ്റെടുക്കുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാനുമായി സമാധാന ആണവ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് ഇങ്ങനെയൊരു കരാർ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഈ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. ഇതിനായി അന്ന് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. ഇറാനുമായി അമേരിക്ക ബന്ധമുണ്ടാക്കുന്നത് നെതന്യാഹു അടക്കമുള്ള ഇസ്രയേലി തീവ്ര നിലപാടുകാർക്ക് ഒരിക്കലും ദഹിക്കുന്ന കാര്യമല്ല. അവരെ സന്തോഷിപ്പിക്കാനായിരിക്കണം ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറയുന്നത്. ട്രംപ് നടത്തിയ വലിയൊരു ചൂതാട്ടമാണ് ശരിക്കും. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അധികാരത്തിലേറി 3 ആഴ്ച തികയും മുമ്പ് 50-ലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ട്രംപ് പ്രധാനമായും പുറപ്പെടുവിച്ചത്. പലതും മുൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ തിരുത്തുന്നതുമാണ്. വിവാദ ഉത്തരവുകളിൽ ഉൾപ്പെടുന്നത് നിരവധിയാണ്. അതിലാദ്യത്തേത് കുടിയേറ്റ വിരുദ്ധതയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത ദിനം തന്നെ അമേരിക്കയുടെ പരമാധികാരം അപകടത്തിലാണെന്ന് പറഞ്ഞ് ട്രംപ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി.